ഫെലിക്സ് പൊളിക്കൻ നമുക്കൊപ്പം ഇപ്പോൾ പിണറായി പോലീസ് സ്റ്റേഷനിൽ വിവരങ്ങളുമായി തുടരുന്നുണ്ട്. ഫെലിക്സ്, യുവാവിൽ നിന്ന് വിവരങ്ങൾ പോലീസ് ശേഖരിക്കുകയാണ്. അതിനിടയിലാണല്ലോ ഈ ഏരിയ സെക്രട്ടറി ഉൾപ്പെടെ പ്രതികരണങ്ങൾ വരുന്നത്. നേരത്തെയും SDPIയുടെ ഓഫീസിന് മുന്നിലൂടെ രാത്രിയിൽ സ്ത്രീകൾക്ക് സഞ്ചരിക്കാൻ കഴിയാത്ത സ്ഥിതി ഉണ്ട് എന്നതാണ് അദ്ദേഹത്തിന്റെ ആരോപണം. ഈ വിവരവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ പോലീസ് പങ്കുവയ്ക്കുന്നുണ്ടോ? ഈ സംഭവം നടന്നതിന് ശേഷമാണോ ഇങ്ങനെ നേരത്തെയും ഉണ്ടായിട്ടുണ്ട് എന്നത് വ്യക്തമാകുന്നത്? അതോ നേരത്തെ തന്നെ അവിടെ പ്രാദേശികമായി ഇങ്ങനെ ചില പ്രശ്നങ്ങളും തർക്കങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു? രതീഷ്, നമ്മൾ പോലീസുമായി സംസാരിക്കുമ്പോൾ അവർ അങ്ങനെയൊരു പരാതി പോലീസ് സ്റ്റേഷനിൽ എത്തിയതായി പറയുന്നില്ല, അല്ലെങ്കിൽ പോലീസിൻ്റെ ശ്രദ്ധയിൽ അങ്ങനെ ഒരു കാര്യം പെട്ടതായി പറയുന്നില്ല. പക്ഷേ CPMന്റെ ഏരിയ സെക്രട്ടറി തന്നെയാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. അതായത് നെട്ടൂർ വാടകയ്ക്ക് താമസിക്കുന്ന ഒരു 2 പേർ അവർ ഇവിടെ എത്തിയപ്പോൾ ഈ SDP ഓഫീസിന് സമീപത്ത് വെച്ച് സമാനമായ അവസരം തൊട്ടു മുൻപ് അവിടെ നടന്നുവെന്ന്. തീർച്ചയായിട്ടും അത് പോലീസിൽ പരാതിയെ ലഭിച്ചിട്ടില്ല. പക്ഷേ വളരെ ഗൗരവമുള്ളൊരു കാര്യം തന്നെയാണ്. ഈ പ്രദേശത്ത് ഇത് ഒന്നല്ല, പലതവണ ഇത്തരം സംഭവങ്ങൾ നടക്കുന്നു എന്ന് തന്നെയാണ് അദ്ദേഹം പ്രധാനമായും വ്യക്തമാക്കിയിട്ടുള്ളത്. അക്കാര്യത്തിൽ കൂടുതൽ വിശദാംശങ്ങൾ ഏതെങ്കിലും ലഭ്യമാകേണ്ടതുണ്ട്, ആരാണ് എന്നത് സംബന്ധിച്ചുള്ള. പക്ഷേ കൂടുതൽ വിവരങ്ങൾ താമസിയാതെ ലഭ്യമാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ സമാനമായ സദാചാര ആക്രമണവും സദാചാര വിചാരണയും ഈ SDP ഓഫീസിന്റെ പരിസരത്ത് വെച്ച് പറമ്പായിൽ വെച്ച് നടന്നിട്ടുണ്ട് എന്നതാണ് പ്രധാനമായും ഇപ്പോൾ ഉയരുന്ന കാര്യങ്ങൾ. അക്കാര്യങ്ങൾ കൂടി ഒരുപക്ഷെ പോലീസ് അന്വേഷിക്കാനുള്ള സാധ്യതയുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഏതായാലും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ, അതായത് ഈ ഇപ്പോൾ മാതാവ്, അതായത് ഈ യുവതിയുടെ മാതാവ് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ സ്വർണ്ണവും ആഭരണമൊക്കെ തട്ടിയെടുത്തു എന്നതാണ്. SDP പ്രവർത്തകർ പറയുന്നതാകട്ടെ തങ്ങളുടെ ആളുകൾ ഇതിൽ പ്രതികളല്ല എന്നതാണ്. ഈ വിഷയങ്ങളൊക്കെ തന്നെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനമായും പോലീസിന്റെ മുമ്പിലുള്ള തെളിവ് എന്നത് ആ യുവതിയുടെ ആത്മഹത്യക്കുറിപ്പാണ്. ആത്മഹത്യക്കുറിപ്പ് കൃത്യമായി പറയുന്നുണ്ട് തനിക്ക് ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യം അവിടെ ഉണ്ടാക്കി, അതിന് കാരണം ഇത്തരം ആളുകളാണ്, മാത്രമല്ല ഈ ആൺ സുഹൃത്തിന് യാതൊരു പങ്കുമില്ല. അപ്പോൾ ഇതാണ് പ്രധാന തെളിവായി പോലീസ് ചൂണ്ടിക്കാട്ടുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ആത്മഹത്യാ കുറിപ്പാണ് വളരെ പ്രധാനപ്പെട്ട ശക്തമായ തെളിവായി SDPI പ്രവർത്തകർക്ക് എതിരെ ഇപ്പോൾ നിലനിൽക്കുന്നത്. അതിൽ ആണ് അന്വേഷണം, ആ ഫോക്കസിലാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. എന്തായാലും ആ യുവാവ് ഹാജരായിട്ടുണ്ട്. യുവാവ് അറിയാവുന്ന കാര്യങ്ങൾ പോലീസിന് നൽകും. പോലീസിന് നിലവിൽ നിയമ നടപടികളൊന്നും അയാൾക്കെതിരെ സ്വീകരിക്കേണ്ട നിലവിലെ സാഹചര്യങ്ങളൊന്നുമില്ല. പോലീസ് അന്വേഷിച്ച് കൂടുതൽ തെളിവുകൾ, പെൺകുട്ടിയുടെ കുടുംബം ആരോപിക്കുന്നത് പോലെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിനനുസരിച്ചുള്ള നിയമ നടപടികളിലേക്ക് പോലീസ് കടക്കുകയും ചെയ്യും. ഇതാണ് കഴിഞ്ഞ 2 ദിവസങ്ങളായി നടന്നു വന്നത്. ഇപ്പോൾ അതിലുള്ള പ്രതികരണങ്ങൾ, അതിലുള്ള അന്വേഷണത്തെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെയാണ് നമ്മൾ പങ്കുവച്ചത്.